₹10 ലക്ഷം നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്ക് 1% സെസ് നിർബന്ധം. ഏട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയിഞ്ഞേ എത്ര ലക്ഷത്തിന്റെ ചെലവ് വീടിന്? 15 ലക്ഷം. 15 ലക്ഷം. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു 15,000 റുപ്യ ഏട്ടനോട് റെഡിയാക്കാൻ പറഞ്ഞു കേട്ടോ. അതെന്തിനാപ്പാ? അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമ്മുടെ വീട് നിർമ്മാണ തൊഴിലാളികളില്ലേ, ഓരോ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പൈസയാ. അതായത് വീട് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്കുള്ള ക്ഷേമത്തിലുള്ള പൈസ നമ്മൾ കൊടുക്കണം, വീട് നിർമ്മിച്ച ആൾക്കാർ കൊടുക്കണം. അപ്പൊ നിന്റെ ഏട്ടൻ 15,000 റുപ്യ അടക്കണം, മനസ്സിലായ? നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കൊള്ള കൊടയാടി മോനെ. എന്നാ പിന്നെ നമുക്കും കിട്ടണ്ടേ? നമ്മൾ ഒരുപാട് തെങ്ങുമൊക്കെ ഇരുന്നല്ലേ. അത് ശരിയാ. ഇക്കണക്കിന് പോയാൽ നീ നമ്മളെ പറമ്പെന്ന് പറിക്കുന്ന ഓരോ തെങ്ങിനും എനിക്ക് നമ്മൾ ഓരോ ശതമാനം തരേണ്ടി വരും അല്ലേ? ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. അതായത് 10 ലക്ഷം രൂപയിൽ കൂടുതൽ, 10 ലക്ഷം രൂപ മുതൽ നിർമ്മാണ ചെലവ് വരുന്ന ഓരോ വീടിനും 1% സെസ് അടക്കണം. പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഓരോ വീട്ടുകാരും 10 ലക്ഷം രൂപ മുകളിൽ വിലയുള്ള വീടാണെങ്കിൽ സെസ് അടക്കേണ്ടത്. അതായത് 10 ലക്ഷത്തിന് നമ്മൾ 10,000 റുപ്യ അടക്കണം. ഇത് എവിടുത്തെ ന്യായമാണ്? നമ്മൾ കൊടുക്കേണ്ട പൈസ അവർ കൊടുക്കുന്നില്ലേ? പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി, കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പടുത്ത ഒരു ബംഗ്ലാവ് പടുത്ത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ, എന്റെ കൈ കെട്ടില്ല. തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നതിലുള്ള വെറുപ്പുകൊണ്ടല്ല, തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടണം, പക്ഷെ അത് സർക്കാർ നിർത്തി കൊടുക്കണം. സത്യയുടെ പൈസ ഇല്ല, അല്ലാതെ കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് നിർമ്മിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് വീണ്ടും പോക്കറ്റിൽ നിന്ന് കൈയിട്ട് മാറുന്ന സ്വഭാവം അത്ര നല്ലതാണ്. അതായത് ഞങ്ങള് കട്ടും മോട്ടിച്ചൊക്കെ ജീവിച്ചിരുന്നവരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കിണർ വയ്ക്കുന്ന ആൾക്കും കൊടുക്കണം 1%, തെങ്ങി കയറ്റുന്ന രാമകൃഷ്ണൻ പോലുള്ള ആൾക്കാർക്ക് കൊടുക്കണം 1%. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ജനങ്ങളുടെ കടം, സർക്കാരിന്റെ കടം തീർക്കാനാണെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരും മുൻ മന്ത്രിമാരായിരിക്കുന്നവരും ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടും അനധികൃതമായിട്ടും സമ്പാദിച്ച ഒരുപാട് സ്വത്തുണ്ട്. അതിന്റെ 1% എടുത്തു കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ കേരളത്തിന്റെ കടം. അല്ലാതെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ പോക്കറ്റ് കൈയിടുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്തുക. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. നമ്മുടെ തൊഴിലാളികൾക്ക് സഹായം കിട്ടിക്കോട്ടെ, അതിനെതിർക്കുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ സാധാരണക്കാരനെ വീണ്ടും വീണ്ടും നോവിക്കുന്നത്. നല്ല പ്രായം പണിക്ക് പോയിക്കൂടെ? ഞാൻ പോകുന്നു. ബൈ.